ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം പഠിക്കുമ്പോൾ യേശു ഗലീലയിലേക്ക് പോകുന്ന വഴി ശമരിയിലെ സുഖാർ എന്ന പട്ടണത്തിലൂടെ കടന്നു പോകുന്നു. ഈ പട്ടണത്തിൽ യാക്കോബ് തന്റെ മകനായ യോസഫിന് കൊടുത്ത ഒരു നിലത്തിനരികെ എത്തുന്നു. ഈ നിലത്തിൽ ഒരു ഉറവുണ്ടായിരുന്നു. യേശു ഈ ഉറവിനരികെ വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമയത്ത് ഒരു ശമരിയ സ്ത്രീ അവിടെ വെള്ളം കോരുവാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ ശമരിയ സ്ത്രീ വെള്ളം കോരുവാനായിട്ട് വന്ന ഉറവ് അല്ലെങ്കിൽ കിണർ എന്ന് പറയുന്നത് യാക്കോബ് തന്റെ മകനായ യോസഫിന് കൊടുത്ത ഒരു ഉറവായിരുന്നു അല്ലെങ്കിൽ കിണറായിരുന്നു. ഈ കിണറിന്റെ കരയിൽ വെച്ച് യേശുവും ഈ ശമരിയ സ്ത്രീയുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. യേശുവിനെ കണ്ടെത്തുന്നത് വരെയും ഈ കിണറ്റിൻ കരയിൽ വെച്ച് യേശുവിനെ കണ്ടെത്തുന്നത് വരെയും ഈ ശമരിയാക്കാരത്തിയായ സ്ത്രീ കുടിച്ചിരുന്നത് ഈ കിണറ്റിൽ നിന്നാണ്, ഈ പാരമ്പര്യത്തിന്റെ കിണറ്റിൽ നിന്നാണ്. യാക്കോബ് തന്റെ മകനായ യോസഫിന് കൈമാറിയ പാരമ്പര്യത്തിന്റെ ഉറവിൽ നിന്നാണ് ഈ സ്ത്രീ വെള്ളം കോരിയിരുന്നതും കുടിച്ചിരുന്നതും. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. ദൈവവുമായിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമില്ലെങ്കിൽ നമ്മളും പാരമ്പര്യത്തിന്റെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ്. അതായത് നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ അമ്മ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബം ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മളും ക്രിസ്ത്യാനിയായി, അല്ലെങ്കിലും നമ്മളും യേശുവിനെ ആരാധിക്കുന്നു, സഭയിൽ പോകുന്നു, പാരമ്പര്യമായിട്ട് നമ്മളത് പിന്തുടർന്നു വരുന്നു. യേശുവുമായിട്ട് ഒരു വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ യേശു ഈ ശമരിയാക്കാരത്തിയായ സ്ത്രീയോട് പറയുകയാണ്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കത്തില്ല. ഇതുവരെയും ആ സ്ത്രീ പാരമ്പര്യത്തിന്റെ ഉറവയിൽ നിന്ന് കുടിച്ചിരുന്നെങ്കിൽ യേശു അവൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഉറവയിൽ നിന്ന് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം കൊടുക്കുവാൻ, ഒരിക്കലും വറ്റിപ്പോകാത്ത വെള്ളം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലും ഒരു മാറ്റം ഉണ്ടാകേണ്ട സമയമാണ്. പാരമ്പര്യത്തിന്റെ ഉറവകളെ വിട്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ ഉറവയിൽ നിന്ന്, വറ്റിപ്പോകാത്ത ഉറവയിൽ നിന്ന് നമ്മൾ കുടിക്കുമ്പോഴാണ് നമുക്ക് ഒരിക്കലും ദാഹിക്കാത്ത ജീവ നീരുറവ ലഭിക്കുന്നത്. യേശുവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പാരമ്പര്യത്തിന്റെ ഉറവിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് യേശുവിനെ രുചിച്ചറിയുവാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ യേശു ഈ സ്ത്രീയോട് സംസാരിക്കുകയാണ്. അവളുടെ വ്യക്തി ജീവിതത്തിലെ ചില കാര്യങ്ങൾ യേശു ക്രിസ്തു അവളോട് വെളിപ്പെടുത്തുന്നു. നിനക്ക് ഇപ്പോൾ ഭർത്താവില്ല, ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ ചില കഴിഞ്ഞ കാല ജീവിതത്തിലെ അനുഭവങ്ങൾ യേശു കർത്താവ് അവളോട് പ്രവചന രൂപേണ വെളിപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവിൽ അവളുടെ ആത്മകണ്ണുകൾ തുറക്കുകയും താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മശിഹയോടാണെന്ന് അവള് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ സദ്വർത്തമാനം അവള് ശമരിയ പട്ടണത്തിൽ മുഴുവനും അറിയിക്കുന്നു. അതിലൂടെ ശമരിയ പട്ടണം മുഴുവനും യേശു കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളോടും ഇന്ന് യേശു കർത്താവിന് ആവശ്യപ്പെടാനുള്ളത് ഈ ഒരേ ഒരു കാര്യമാണ്. പാരമ്പര്യമായിട്ട് വിശ്വാസികളായി തുടരാതെ പാരമ്പര്യത്തിന്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്നത് മതിയാക്കി പരിശുദ്ധാത്മാവിൽ നിന്ന്, പരിശുദ്ധാത്മാവ് തരുന്ന വറ്റാത്ത ഉറവയിൽ നിന്ന് കുടിക്കുവാനായിട്ട് തുടങ്ങുക. യേശുവുമായിട്ട് ഒരു വ്യക്തി ബന്ധത്തിലേക്ക് നമ്മൾ വരിക, യേശുവിനെ രുചിച്ചറിയുക. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.